Do not take apart, puncture, heat or burn. Avoid contact with sharp objects. ഹായ് ഗൈസ്, വെൽക്കം ടു പ്ലൂട്ടോ ക്രിയേഷൻസ്. നമ്മൾ ഇന്ന് ഇവിടെ കുറേ ബാറ്ററി കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാം മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യരുത് എന്ന് എഴുതിയിട്ടുണ്ട്. ബാറ്ററി എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിച്ച് നോക്കണമല്ലോ അല്ലേ. പ്ലീസ് സ്റ്റോപ്പ് യൂസിങ് ദ ബാറ്ററി ഇഫ് ദ ബാറ്ററി ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. വെള്ളത്തിലിട്ടിട്ട് ഉപയോഗിക്കരുത്, ഇതിന് ഉണക്കുന്നതിനാണോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബാറ്ററികൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യരുത്, അതെല്ലാം നമ്മളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്താ സംഭവിക്കുന്നത് ടെസ്റ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം എഴുതിയേക്കുന്നത് ഡു നോട്ട് ടേക്ക് അപ്പാർട്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഇത് പൊളിച്ചു നോക്കരുതെന്ന്, പൊട്ടിക്കരുതെന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഒന്ന് തുറന്നിട്ട് ഇതിനകത്ത് തന്നെ ഉള്ളത് നോക്കാം. അപ്പോൾ നമ്മളിത് തുറന്നറിയാണ്ട് ആകെ മൊത്തം തമ്മിൽ ഷോർട്ട് സർക്യൂട്ടായിട്ട് എവിടെ നിന്നൊക്കെ കുറേ പുകയൊക്കെ വന്ന് ഫുള്ള് കത്തിയുണ്ടോ, ഫുള്ള് തീ പിടിച്ചതിൽ. ഇത് കോപ്പറിൻ്റെ ഒരു ഫോയിലാണ് കേട്ടോ. ഒരു കോപ്പർ ഫോയിലാണ്. വേറെ ഒരു ഇലക്ട്രോഡും കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ഷോർട്ട് സർക്യൂട്ട് ആയപ്പോഴാണ് തീ പിടിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ആയി തന്നെ ഇതിനകത്തെല്ലാം തീർന്നു വന്നു. ഫുള്ള് ഇങ്ങനെ കരിഞ്ഞ് പൊടിയായിട്ട്. ഇത് കാർബൺ ഉണ്ട് ഇതിൽ, പിന്നെ ഒരു ഇലക്ട്രോലൈറ്റും ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. ലിഥിയമാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ലിഥിയം അയോൺ ബാറ്ററി എന്നതിന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ സേഫ്റ്റി ഗോഗിൾസ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലതൊരു ഹെൽമെറ്റാണ്. നമ്മൾ തലയ്ക്ക് ഫേസിന് ഫുള്ള് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ അല്ലേ. എനിവേ, നമ്മൾ ഈ ബാറ്ററി ഒന്ന് റപ്ചർ ചെയ്ത് നോക്കി. കത്തി കൊണ്ടൊന്നും തുളച്ച് നോക്കിയിട്ടൊന്നും സംഭവിച്ചില്ല കേട്ടോ. ചെറിയൊരു പുക വന്നു. അത് ക്യാമറയിൽ കിട്ടിയോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇനി ചാർജ് കുറവായതിട്ടാണോ എന്തോ വലിയ കാര്യമായിട്ടൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഈ ബാറ്ററിയുടെ ആയിരിക്കും. യൂസ് സ്പെസിഫൈഡ് വിവോ ചാർജേഴ്സ് ഉണ്ട്. ഇത് വിവോയുടെ ബാറ്ററി ആയതുകൊണ്ട് വിവോയുടെ ചാർജർ മാത്രമേ യൂസ് ചെയ്യാവുള്ളതാണ്. അപ്പോൾ ഓരോ ബാറ്ററിക്കും അതിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ചാർജർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ഒരു സാധനം കൂടി ചാർജ് ചെയ്യാൻ പോകട്ടെ. അതുകൊണ്ട് നമ്മളിവിടെ ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു 10 ആംപിയർ 15 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ചൊന്ന് ചാർജ് ചെയ്ത് നോക്കാൻ പോവാണ് എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഓരോ ബാറ്ററിക്കകത്തും അതിനകത്തുള്ളൊരു വോൾട്ടേജും കറണ്ട് പ്രൊട്ടക്ഷനും ഉണ്ട്. ചിലപ്പോൾ അത് ഫെയിൽ ആകും, അല്ലെങ്കിൽ ചിലപ്പോൾ ബാറ്ററി പൊട്ടിത്തെറിക്കും. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓവർ ചാർജ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിയുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ്.
എന്തായാലും നമുക്കിനി അടുത്തായിട്ട് ചെയ്യാനുള്ള ടെസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് ബാറ്ററി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തീക്കകത്തിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് ചെയ്തൊരു ടെസ്റ്റും കൂടെ നടത്താനുണ്ട്. അപ്പോൾ എന്തായാലും ഈ ടെസ്റ്റ് എല്ലാം ചെയ്യുമ്പോഴും ഈ നമ്മുടെ ഈ ബാറ്ററിയുടെ ഈ മെയിൻ ആയിട്ടുള്ള ഈ അകത്തൊരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഉണ്ട്, ഈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഉണ്ട്. ആ സാധനമായിരിക്കും ആദ്യം ഫെയിൽ ആകുന്നത്. പിന്നെ ബാറ്ററിയിൽ നിന്ന് കറണ്ട് പുറത്തോട്ടും പോകില്ല, അകത്തോട്ടും കയറുകയില്ല. അപ്പോൾ അങ്ങനെയാവും. അപ്പോൾ ആദ്യം നമുക്ക് ഈ സർക്യൂട്ടുകളെല്ലാം എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഈ ബാറ്ററി വെള്ളത്തിനകത്തിട്ട് ഉപയോഗിച്ചാലും ആദ്യം തന്നെ ഈ സർക്യൂട്ട് ഫെയിൽ ആവും. അങ്ങനെയാണ് എൻ്റെ ഒരു തോന്നൽ. സർക്യൂട്ടിലാണ് ആദ്യം വെള്ളം പറ്റുന്നത്. അപ്പോൾ വെള്ളം കൊണ്ട് സർക്യൂട്ട് ഫെയിൽ ആവും, പിന്നെ ബാറ്ററിയിൽ നിന്ന് പുറത്തോട്ട് കറണ്ട് വരികയില്ല. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സർക്യൂട്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ വേറൊരു ബാറ്ററി എടുത്തിട്ടുണ്ട്. ഈ ബാറ്ററിയിൽ ഞാൻ 2 വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് നോക്കാം, ഇത് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ബാക്കി ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ടായിരുന്ന ആ ഒരു വോൾട്ടേജ് പ്രൊട്ടക്ഷൻ്റെ സർക്യൂട്ടെല്ലാം എടുത്ത് കളഞ്ഞേക്കുന്നതാണ്. ഇതൊന്ന് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ബാറ്ററിക്ക് നല്ലൊരു ചൂടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പല രീതിയിൽ മൊബൈലിൻ്റെ ബാറ്ററീസ് നമ്മൾ ടെസ്റ്റ് ചെയ്തു. നമ്മൾ തീ കത്തിച്ച് ടെസ്റ്റ് ചെയ്തു, തീക്കകത്തൊക്കെ വീണാൽ എന്ത് സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തു, ഓവർ ചാർജ് ചെയ്ത് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റൊക്കെ നടത്തിയപ്പോഴത്തേക്കും നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ എല്ലാ ബാറ്ററിയിലും, മൊബൈലിൻ്റെ ബാറ്ററിയിലെല്ലാം ഒരു വോൾട്ടേജ് ഹൈ കറണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഹൈ കറണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ്റെ ചെറിയൊരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്താലും ബാറ്ററിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുള്ളൂ. ഓക്കെ, സാധാരണയായിട്ടൊന്നെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആകും, അല്ലെങ്കിൽ ഹൈ കറണ്ടിൽ ചാർജിങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കോ ഈ സർക്യൂട്ട് കേടായി പോകും. അപ്പോൾ പിന്നെ ഈ ബാറ്ററിയിലോട്ട് കറണ്ട് ചെല്ലില്ല, ബാറ്ററി ചാർജ് ആവാറില്ല, അങ്ങനെയാണ് ആയി പോകാറുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തല്ല, ഈ സർക്യൂട്ട് നമ്മൾ അഴിച്ചു മാറ്റി ടെസ്റ്റ് ചെയ്തതിന് ബാറ്ററി വീർത്ത് വലിയ ബലൂൺ പോലെ ഒന്ന് തീ പിടിക്കുകയാണ് സംഭവിച്ചത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭൂരിഭാഗം കേസുകളിൽ ഈ ബാറ്ററി ഫോണിനകത്തിരുന്നൊക്കെ പൊട്ടിത്തെറിക്കാനായിട്ട് ഉണ്ടാകുന്ന കാരണം മെയിനായിട്ട് ഈ ബാറ്ററിയിലുള്ള സേഫ്റ്റി സർക്യൂട്ട് പ്രശ്നം സംഭവിക്കുന്നതായിരിക്കും. ഹൈ കറണ്ടും അതുപോലെ തന്നെ അത് ഹൈ കറണ്ട് ചെന്ന് ഓവറായിട്ട് ചാർജിങ് വരുവാണെങ്കിൽ തന്നെ കട്ട് ഓഫ് ആകും, പിന്നെ ബാറ്ററിയിലോട്ട് കറണ്ട് ചെല്ലില്ല, ചാർജ് ആവില്ല. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഫെയിൽ ആകുന്നതായിരിക്കും മെയിനായിട്ട് ഈ ഫോണ് പോക്കറ്റിനകത്തൊക്കെ ഇരുന്ന് പൊട്ടിത്തെറിക്കാനും തീ പിടിക്കാനും ഒക്കെ മെയിനായിട്ട് കാരണമാകുന്നത്. എന്തായാലും നമ്മൾ അഴിച്ച് നോക്കിയപ്പോൾ കണ്ടു, അഴിച്ച് നമ്മൾ ഓരോരോ ഫിലിമായിട്ട് ഇങ്ങനെ പുറത്തോട്ട് എടുത്തപ്പോഴത്തേക്കും കൂട്ടിമുട്ടിയപ്പോൾ തന്നെ തീ പിടിച്ചു. അപ്പോൾ ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള ലിഥിയമാണ് ഇതിനകത്തുള്ളത്. ലിഥിയം വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് തുറക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് മതി ബാറ്ററിയുടെ ഉള്ളിൽ ഫുള്ളായിട്ട് കത്താനായിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു ബാറ്ററി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് മനസ്സിലായത്. ഒരിക്കലും ബാറ്ററി തീക്കത്തിടാൻ പാടില്ല, തീർച്ചയായിട്ടും അത് പൊട്ടിത്തെറിക്കും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, തീ പിടിക്കുകയും ചെയ്യും. ഒരു 900 mAh ബാറ്ററി ആണെങ്കിൽ, 900 mAh ബാറ്ററി ആണെങ്കിൽ നമ്മളൊരു 2 ആംപിയർ അല്ലെങ്കിൽ 3 ആംപിയറിൻ്റെ ചാർജറെ കൊണ്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തെ സർക്യൂട്ട് ഫെയിൽ ആയില്ലെങ്കിൽ ബാറ്ററി വീർത്ത് വരും, ചിലപ്പോൾ തീ പിടിക്കും, പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് കറക്റ്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ചാർജർ മാത്രം യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു വെറൈറ്റി ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.